കത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ജയന്തിയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ജയന്തി പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാം കാണാറുണ്ട്, ജ്യോതിഷം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കത്ത് അയച്ചിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയച്ചിരിക്കുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായി. മരുമകൻ വിദേശത്താണ്, ഒരു കുട്ടിയുമുണ്ട്. മകൾക്ക് ഇപ്പോൾ ഒരുപാട് സുഹൃബന്ധങ്ങളാണ്. മരുമകൻ നല്ലവനാണ്. മകളെ ഉപദേശിച്ചിട്ട് യാതൊരു മാറ്റവുമില്ല. മകളുടെ ജീവിതം, ദാമ്പത്യം എന്നിവ നല്ല രീതിയിൽ പോകാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് അമ്മ ചോദിച്ചിരിക്കുന്നത്. ഇതമാപവഹതയൽക്കിഞ്ച ദുരിതമയി യദ്വാഹം അഭിദുദ്രോഹ യദ്വാശേവ ഉദാനൃതം ആപോ അദ്യന്നചാരിഷം രസേന സമഗസ്മഹി പയസ്വാ നഗ്ന ആഗഹി തമ്മാസംസ്കൃതവത്സസാം കയാനശ്ചിത്രാഭൂവദൂതി സദാ വ്രതസഖാകയാ ശരിഷ്ടയാ വ്രത. ആദിത്യദശയിലെ അഷ്ടമാധിപത്യം വഹിച്ചു നിൽക്കുന്ന ശുക്രൻ്റെ അപഹാരം എടുത്തിരിക്കുന്ന സമയമാണ് മകൾക്ക്. ഒന്നുകൂടെ അതിനെപ്പറ്റി സിംപ്ലിഫൈ ചെയ്ത് വിശദീകരിക്കുകയാണെങ്കിൽ, ശുഭഗ്രഹ ദൃഷ്ടിയില്ലാതെ നിൽക്കുന്ന സൂര്യദശ ആർക്കുണ്ടോ, ഏവർക്കുണ്ടോ, അതിലെ 8ാം രാശിയിലെ നിൽക്കുന്ന വിവാഹ ദാമ്പത്യ സമ്മോഹന കാരകനായ ശുക്രൻ്റെ അപഹാരം, അതായത് സൂര്യദശ 6 വർഷമാണ്. അതിൽ ശുക്രൻ്റെ പീരീഡ് അപഹരിക്കുന്നു. ആ ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നു എന്നൊക്കെ വച്ചാൽ ഏറ്റവും ലളിതമായി പറയുകയാണെങ്കിൽ, ആ ദശാകാലവും ആ ഛിദ്രാപഹാരവും അനുഭവിക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ, യുവതി യുവാക്കൾ ഭേദമന്യേ, ഭാര്യ ഭർത്തൃ ഭേദമന്യേ, അല്ലെ കാമുകി കാമുക ഭേദമന്യേ, ആരുമാവട്ടെ, ആ ദശാനാഥനും അതിൻ്റെ അപഹാരത്തിനും ഒരു പ്രത്യേക കുറച്ച് ശക്തികളുണ്ട്. അവ അനുഭവിക്കാൻ വിധിക്കപ്പെടുമ്പോൾ അവിവേകം, പഴയകാല സൗഹൃദ ബന്ധത്തിൻ്റെ ഒരു ബാലൻസ്, അപ്രതീക്ഷിതമായ കണ്ടുമുട്ടൽ പ്രേമഭാജനങ്ങളുമായി, ചിലപ്പോൾ അത് വിവാഹം നടന്നില്ല എന്ന് വരും. വിവാഹത്തിനേക്കാളുപരി ഏതെങ്കിലും വലിയ സ്നേഹബന്ധത്തിലൊക്കെ ഇടപെട്ട് നടക്കാതെ വരും. കാരണം കൊതിച്ചത് കിട്ടില്ലല്ലോ, വിധിച്ചതല്ലേ കിട്ടുകയുള്ളൂ എന്ന് പറയുന്ന പോലെ വിവാഹവും അതുപോലെ നാം അഭിമുഖീകരിക്കുന്ന ജീവിതാനുഭവങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടണമെന്നില്ല, വിധിച്ചത് കിട്ടപ്പെടുന്നു. ഓരോ വിഷമതകളും വന്നു കഴിയുമ്പോഴാണ് ഈ ജ്യോതിഷനെയും പ്രവചനക്കാരെയും ഒക്കെ തേടിപ്പോകുന്നത്. അതുവരെ അറിയുന്ന നല്ല ആരോഗ്യമുള്ള സമയത്ത് ഡാക്ടർമാരെ അന്വേഷിച്ചോ മെഡിക്കൽ കോളേജ് ആശുപത്രി അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. തീർത്തും തല പൊങ്ങാതെ വരുമ്പോഴാണ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഹാർട്ട് എടുത്തു, എക്കോ എടുത്തു, അതെടുത്തു, ഇതെടുത്തു, അപ്പോഴത്തേനുമൊക്കെ ആരോഗ്യം മോശമാവും. അതുകൊണ്ട് സൂര്യദശയ്ക്ക് സൂര്യൻ്റെ പൂജകളോ സൂര്യക്ഷേത്ര ദർശനങ്ങളോ അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശൈവമന്ത്രങ്ങൾ പഞ്ചബ്രഹ്മങ്ങൾ കൊണ്ടുള്ള ജലധാരകൾ ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ ആദിത്യൻ്റെ ദോഷശക്തി കുറയും, ശുക്രൻ്റെ അപഹാരത്തിൻ്റെ ശക്തി കുറയും. ഒരു 80% വരെ ശ്രദ്ധിച്ചാൽ ഈ വക പേരുദോഷങ്ങളൊക്കെ മാറി ആൺസുഹൃത്തിൻ്റെ വഴിക്ക് പോകുന്നു. പെൺസുഹൃത്തിന് അബദ്ധമാണ്, ഞാനിങ്ങനെ എൻ്റെ മനസ്സ് തിരിയാൻ പാടില്ല, കുടുംബം വെള്ളത്തിലാവും. ഒറ്റ സെക്കൻഡ് കൊണ്ട് തെറ്റിപ്പോകാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. മുഴുവൻ വഷളാവും. അവസാനം നാം നാഗാണത്ത് ഭാന്തൻ കെട്ടി ഉരുട്ടിക്കൊണ്ടുപോയി മലയെ കൊണ്ടുപോയിട്ട് കൈവിട്ട് കല്ല് കളയുന്ന പോലെ എല്ലാം തേടിയിട്ട് അവസാനം കൊണ്ട് കളയുന്ന പോലെ വരും ശുക്ര അപഹാരം ആദിത്യ ദിശയിൽ. അത് ഈ മേഡത്തിന് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ ബാക്കിയുള്ളവർക്കും വേറെ പല രീതികളിൽ വരാം. ഒന്നുമില്ല അസുഖം, അല്ലെങ്കിൽ അപകടം, മറ്റെന്തെങ്കിലും കേസ്, ജയിൽ ശിക്ഷ, അല്ലെങ്കിൽ അപമാനം, ആരോപണം, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊക്കെ കുറയുക. വലിയ വലിയ ജനപ്രതിനിധികളും മറ്റുമൊക്കെ ഈ സമയത്താണ് എന്തെങ്കിലും, അതുപോലെ തന്നെ വലിയ വലിയ സിനിമാ താരങ്ങൾക്കും മറ്റുമൊക്കെ അപഖ്യാതികൾ 10, 25, 50 കൊല്ലം മുമ്പുള്ള ഏതെങ്കിലും കൂടിക്കാഴ്ചയിൽ വന്ന ഒരു വക്കീൽ നോട്ടീസൊക്കെ വരുന്നതും ഓടി നടക്കുന്നതും
അതോടുകൂടി അങ്ങ് ആ പ്രസ്ഥാനം നിന്നു പോകും. അതിൻ്റെ അന്തസ്സും അഭിമാനവും ഒക്കെ പോകും. സൂര്യഗായത്രി എന്ന് പറയുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഈ ഫീൽഡിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്കും ഉദ്യോഗ രംഗത്ത് നിൽക്കുന്നവർക്കും കൂടുതൽ പണം മുടക്കുന്നവർക്കും സൂര്യദശയിലെ ശുക്രാപഹാരം നല്ല കുടുംബാന്തരീക്ഷത്തിൽ വളർന്നവർക്കും വഴിതെറ്റാം, കാല് ഇടഹാം, അപഖ്യാതിയും ആരോപണം ഉണ്ടാവാം. ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം തകരാം. വരാതിരിക്കാൻ മഴയത്ത് കുട ചൂടും പോലെ സൂര്യഗായത്രി, അതുപോലെ ശിവക്ഷേത്ര ദർശനം, ജലധാര, ഞായറാഴ്ച ദിവസം കാരുണ്യപ്രവർത്തനം മുതലായതൊക്കെ ചെയ്യാം. മാണിക്യരത്നം ധരിക്കാം. ഇവയെല്ലാം കൂടിയും ചെയ്യാം. ഇതിനേക്കാളൊക്കെ ഉപരി ഇതാണ് കാലം എന്ന് മനസ്സിലാക്കി അവനോനിൽ നിന്ന് ഒരു തെറ്റുകുറ്റങ്ങൾ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. സൂര്യഗായത്രി, പത്മമിട്ട് ജലകന്ധ പുഷ്പധൂപദീപ ജലാന്തം പേരും നക്ഷത്രവും ചേർത്ത് സൂര്യമൂർത്തി ആവാഹിച്ച് ഓം തസ്സവതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ സർവ്വസാധാരണമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗായത്രി മന്ത്രമാണ്. അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് എൻ്റെ വിധ ദശാകാലങ്ങളും ദോഷങ്ങളും മാറി അങ്ങയുടെ ചൈതന്യം പ്രചോദിക്കട്ടെ എന്നാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. അങ്ങനെ ആവർത്തിച്ച് 100, 1000, ലക്ഷങ്ങൾ ഒരു സംഖ്യ ഓമിക്കുകയോ ജപിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ ആ സൂര്യൻ്റെ കാഠിന്യങ്ങൾ, ദോഷകാഠിന്യങ്ങളും ശുക്രാപഹാരവും കുറഞ്ഞു കഴിയുമ്പോൾ ഈ കണ്ടുമുട്ടലും ആൺസൗഹൃദമൊക്കെ അല്ലെ അതുപോലെയുള്ള ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രയാസം ഇതുപോലെ തന്നെ വേണമെന്നില്ല. വേറെ ഏതെങ്കിലും അപഖ്യാതി, ആരോപണം, അപകടം അല്ലെ മറ്റെന്തെങ്കിലും വിവാഹാദി ചടങ്ങ് നിന്നിട്ട് തെറ്റിപ്പോവുക, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ദോഷങ്ങളൊക്കെ വരിക, ഇതെല്ലാം മാറി ശുഭകരമായി തീരും. സൂര്യഗായത്രി, ശിവക്ഷേത്ര ജലധാര നടത്തുക, മാണിക്യരത്നം ധരിക്കുക, ഞായറാഴ്ച ഉപവസിക്കുക, ഇതെല്ലാം ഇപ്രകാരമൊക്കെ ഒന്ന് അനുഷ്ഠിക്കുകയോ ചെയ്യിപ്പിക്കുകയോ ചെയ്തിട്ട് ആ ആൺസുഖത്തൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ ശമനം വന്നു ഒഴിഞ്ഞു പോയി എന്ന് തോന്നുന്ന പക്ഷം ദേവാമൃതത്തിലോട്ട് വീണ്ടും ഒരു കത്തൂടെ അയക്കുക.